Hello everybody, welcome to English speaking course. Hope you all are keeping safe and fine. നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ഡു എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, ഡസ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, ഡിഡ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി കൺഫ്യൂഷൻസ് ഒക്കെ ഞാൻ മാറ്റിത്തരാം. ഡു, ഡസ്, ഡിഡ് കൂടാതെ ഇതിൻ്റെ നെഗറ്റീവ് ഫോംസ് ഡോണ്ട്, ഡസൻ, ഡിൻറ്റ് ഇതൊക്കെ നമുക്ക് ഇന്ന് കവർ ചെയ്യാം. അതും വളരെ സിംപ്ലി, വളരെ ഈസിലി. ജസ്റ്റ് ടേക്ക് എ മൊമെൻറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. നമുക്ക് തുടങ്ങാം. ഡു, ഡസ്, ഡിഡ് comes from the base form do. ഇനി നമുക്ക് നോക്കാം ഡൂം ഡസും നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. പ്രസൻറ്റ് കാര്യം പറയാൻ, ഇപ്പം നടക്കേണ്ട കാര്യം, പ്രസൻറ്റിൽ നടക്കേണ്ട കാര്യം പറയാനാണ് നമ്മൾ ഡൂം ഡസും യൂസ് ചെയ്യാറുള്ളത്. ഇനി ഡസ് മാത്രം എടുത്ത് നോക്കാം. ഡസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെയാണ്. ലെറ്റ്സ് ചെക്ക് ഔട്ട് എക്സാമ്പിൾസ്. ഡസ് ഹീ വാക്ക്, ഡസ് ഷീ വാക്ക്, ഡസ് ഇറ്റ് ലുക്ക് ഗുഡ്. ഇവിടെയൊക്കെ ഹീയും ഷീയും ഇറ്റും ഉണ്ട്. കൂടാതെ നമ്മൾ പ്രസൻറ്റ് കാര്യം, ഇപ്പം നടക്കേണ്ട കാര്യം പറയേണ്ടതിനെ കൊണ്ടാണ് ഡസ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഡൂനെ നോക്കാം. ഡൂം നേരത്തെ പറഞ്ഞ പോലെ പ്രസൻറ്റ് ഇപ്പം നടക്കേണ്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അത് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഐ, യു, വി, ദേൻ്റെ കൂടെയാണ്. Let's check out an example. I do exercise every day. ഇതൊരു പ്രസൻറ്റിൽ ഇപ്പം നടക്കേണ്ട കാര്യമാണ്. എവ്രി ഡേ, ദിവസം നടക്കേണ്ട കാര്യമാണ്. ഹാബിച്വൽ ആക്ഷൻ ആണ്, പ്രസൻറ്റ് ടെൻസ് ആണ്. ഇനി ടെൻസസ് പഠിക്കണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എൻ്റെ ടെൻസിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ യു ക്യാൻ ചെക്ക് ഔട്ട് ദാറ്റ് ടു. സോ ഇവിടെ ഐ, യു, വി, ദേ ഇല്ലോണ്ട് കൂടാതെ പ്രസൻറ്റിൽ നടക്കേണ്ട കാര്യമായതുകൊണ്ട് നമ്മളിവിടെ ഡു യൂസ് ചെയ്തു. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഡസ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, ഹീ, ഷീ, ഇറ്റ് കൂടാതെ പ്രസൻറ്റിൽ നടക്കേണ്ട കാര്യം വരുമ്പം. സോ രണ്ട് കാര്യം മാത്രമേ ശ്രദ്ധിക്കണ്ടൂ. ഒന്ന് ഇപ്പം നടക്കേണ്ട കാര്യമാണോ, സെക്കൻഡ് നിങ്ങൾക്കുള്ള പ്രൊനൗൺ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഒക്കെ പാസ്റ്റ് പറയണമെങ്കിൽ, കഴിഞ്ഞു പോയ കാര്യം പറയണമെങ്കിൽ നമുക്ക് ഡിഡ് യൂസ് ചെയ്യാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഡിഡ് യൂസ് ചെയ്യാം നമുക്ക് ഹീൻ്റെ കൂടെ, ഷീ, ഇറ്റ്, ഐ, യു, വി, ദേ എല്ലാ പ്രൊനൗണിൻ്റെ കൂടെയും നമുക്ക് ഡിഡ് യൂസ് ചെയ്യാം. നേരത്തെ പഠിച്ചില്ലേ നമ്മൾ ഡസ് ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ ഡു പഠിച്ചില്ലേ നമ്മൾ യു, വി, ദേ, ഐ ഇതിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത്. ബട്ട് ഡിഡിൻ്റെ അപ്പുറം ഒരു പ്രശ്നമില്ല, ഇത് എല്ലാ പ്രൊനൗണിൻ്റെ അപ്പുറം യൂസ് ചെയ്യാം. ഡിഡ് വളരെ സിമ്പിളാണ്. സോ ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ സെൻറ്റൻസസ് ആക്കി പഠിക്കും. കൂടാതെ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. അതും കൂടെ നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഡു, ഡിഡ്, ഡസിൻ്റെ പ്രശ്നം കംപ്ലീറ്റ്ലി സോൾവ് ആവും. സോ ലെറ്റ്സ് കണ്ടിന്യൂ. Have a look at this sentence. He does exercise every day. അവൻ ദിവസം എക്സസൈസ് ചെയ്യും. സോ പ്രസൻറ്റിൽ നടക്കേണ്ട കാര്യമായതുകൊണ്ട് നമ്മളിവിടെ ഡുവോ ഡസോ യൂസ് ചെയ്യണം. ആൻഡ് ഹീ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ഡസ് യൂസ് ചെയ്യും. സോ ഒരു കൺഫ്യൂഷനും ഇല്ല. ഇനി ഹീൻ്റെ പകരം ഒരു പേരാണെങ്കിലും നമ്മൾ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ രാജു ഡസ് എക്സസൈസ് എവറി ഡേ. Let's check out another example. They do exercise every day. ഇവിടെ ദേ എന്ന് പ്രൊനൗൺ കണ്ടുകൊണ്ട് കൂടാതെ ഡെയിലി നടക്കേണ്ട പ്രസൻറ്റ് കാര്യമായതുകൊണ്ട് നമ്മളിവിടെ ഡു ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദേ ഡു എക്സസൈസ് എവറി ഡേ. ഇനി ദേൻ്റെ പകരം വി ക്യാൻ ആഡ് നെയിംസ് ദർ. രാജു ആൻഡ് ഹരി ഡു എക്സസൈസ് എവറി ഡേ. ലെറ്റ്സ് ചെക്ക് ഔട്ട് സം മോർ സെൻറ്റൻസസ്. ഡു യു സ്റ്റഡി? നീ പഠിക്കുകയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ജോലിയാണോ ചെയ്യുന്നത്? ഇതുപോലെ ചോദിക്കാം. നമുക്ക് ഡു യു സ്റ്റഡി ചോദിക്കാം. യു ഇല്ലോണ്ട് നമ്മളവിടെ ഡു യൂസ് ചെയ്തു. ഇനി അതിൻ്റെ ആൻസർ നമുക്ക് പറയാം യെസ് ഐ ഡു സ്റ്റഡി, അല്ലെങ്കിൽ പറയാം നോ ഐ ഡോണ്ട് സ്റ്റഡി. കണ്ടില്ലേ, അവിടെ നെഗറ്റീവ് വന്നു, ഡോണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ? യെസ് ഐ ഡു സ്പീക്ക് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ നോ ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. അവിടെ യു വന്നുകൊണ്ട് ഡു. എന്താണോ പ്രൊനൗൺ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഷീ ലവ്സ് ഡോഗ്, ഷീ ആയതുകൊണ്ട് അവിടെ വരേണ്ടത് ഡസ് ആണ്. ഡസ് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡസ് ഷീ ലവ് ഡോഗ്സ്? ക്വസ്റ്റ്യനിൽ ലവ് ആണ്, ആൻസർ ആവുമ്പോൾ ലവ്സ്. അതുപോലെ തന്നെ നെഗറ്റീവ് ആൻസർ നമുക്ക് കൊടുക്കാം ഷീ ഡസൻ ലവ് ഡോഗ്സ്. ഡിഡ് യു വിസിറ്റ് ദുബായ് ലാസ്റ്റ് മന്ത്? ലാസ്റ്റ് മന്തിൻ്റെ കാര്യമായതുകൊണ്ട്
കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിഡ് വെച്ചിട്ട് ചോദിച്ചു. ഇനി ആൻസർ നമുക്ക് പറയാം. നോ ഐ ഡിഡൻറ്റ്. യെസ് ഐ ഡിഡ്. ഫുൾ സെൻറ്റൻസിൽ വേണമെങ്കിൽ ഫുൾ സെൻറ്റൻസിൽ നിങ്ങൾക്ക് പറയാം യെസ് ഐ ഡിഡ് വിസിറ്റ് ദുബായ് ലാസ്റ്റ് മന്ത്. ഇനി കുറച്ച് എക്സസൈസസ് ആണ്. ഡാഷ് യു ലീവ് ഇൻ ദുബായ്. അവിടെ എന്താണോ ചേർക്കണ്ടേ? യെസ്, ഡു യു live in Dubai. You ആയോണ്ട് do. അതുപോലെ തന്നെ dash you write your exam yesterday. എന്താണ് അവിടെ ചേർക്കണ്ടേ? അവിടെ do അല്ല, അവിടെ did. കാരണം yesterday ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി dash you know about your class test tomorrow. നാളത്തെ കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അവിടെ എന്തായിരിക്കും? Do you know about your class test tomorrow? Dash he live in Dubai. അവൻ ദുബായിലാണോ ജീവിക്കുന്നത്? Does. യെസ്, കാരണം അവിടെ ഹീ ആണ്. ഞാൻ എക്സാം എഴുതിയിട്ടില്ല. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? I dash write exam. I didn't write exam. സോ ഇതുപോലെ തന്നെ എക്സസൈസസ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾ അറിയിക്കണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.